ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നത് പോലെ തന്നെ ഞാനിപ്പോൾ ഗാർഡനിലാണ് കേട്ടോ നിൽക്കുന്നത്. ഇന്ന് കുറച്ച് ഗാർഡൻ പരിപാടിയായിട്ട് നമ്മളിന്ന് ഗാർഡനിലേക്ക് വന്നിട്ടാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടുത്തെ ഈ പേവിംഗ് സ്ലാബ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതിന് കളിക്കാനും കുറച്ചും കൂടി സ്പേസ് ആയി. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഗാർഡൻ കണ്ടില്ലേ, ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടിരിക്കും, ഒരു ലെവലിലല്ല കിടക്കുന്നത്. അപ്പോൾ അതൊന്ന് ലെവൽ ചെയ്യാനാണ് ഇന്നത്തെ പരിപാടി. നമുക്ക് ലെവൽ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് സൈഡിൽ ബോർഡർ പോലെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് പ്ലാന്റ്സ് ഒക്കെ വെക്കാനുള്ള ഏരിയ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഡെക്കിംഗ് ബോർഡൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയത് എടുത്തെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവിടെ പപ്പായ ഹെൽപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് റെഡി ആയി. അപ്പോൾ നോക്കി കാണാം, ഏതും പപ്പായ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഗാർഡനിലെ ഈ എന്താ പറയുക, ലോൺ ഒക്കെ ലെവലാക്കാൻ വേണ്ടിയിട്ടുള്ള ലോൺ എന്താ ഇതിന് പറയുന്നത്, ലോൺ ലെവൽ അത് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് വെച്ച് വേണം നമ്മുടെ മണ്ണൊക്കെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാൻ. ഇത് വന്നിട്ട് നമ്മുടെ തക്കാളി തൈകളാണ് കേട്ടോ. നമ്മളിങ്ങനെ കുറച്ച് പോട്ട്സിലാക്കിയിട്ടും വേറെ കുറെ നമ്മളിങ്ങനെ ഗ്രോ ബാഗുകളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും ഇവിടെ മെയ് ആണെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോഴും തണുപ്പുണ്ട് കേട്ടോ. അപ്പം ഈ തക്കാളിക്കൊന്നും അങ്ങനെ അധികം തണുപ്പ് പറ്റത്തില്ല. പിന്നെ ഏതായാലും നോക്കാം ഇത് വളരുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ക്യാരറ്റിൻ്റെ ബെഡാണ് കേട്ടോ. നമ്മൾ ക്യാരറ്റിൻ്റെ സീഡ്സ് ഒക്കെ ഇവിടെ പാകി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചെറിയ രീതിയിലായി വരുന്നുണ്ട് ഇവിടെയൊക്കെ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളിങ്ങനെ കുറച്ച് എന്താ ഇതിൽ പറയുന്നത്, ജമന്തി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, മാരിഗോൾഡ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഫ്രഞ്ച് മാരിഗോൾഡാണ്. ഇത് നല്ലൊരു കമ്പാനിയൻ കൂടിയാണ് കേട്ടോ നമ്മുടെ ക്യാരറ്റ്സിനൊക്കെ ഗ്രോ ആവാൻ വേണ്ടിയിട്ടുള്ള. അതായത് നല്ല പെസ്റ്റ് കൺട്രോൾ ആവുന്ന പറയുന്നത്. അപ്പം നമ്മൾ അവിടെ ഇവിടെ ആയിട്ട് കുറച്ചൊക്കെ ഇങ്ങനെ നട്ടു കൊടുത്തിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ വരുമ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് ബീട്രൂട്ട് പാകിയിട്ടുണ്ട് കേട്ടോ. ഈ രണ്ട് ബെഡിലായിട്ട് നമ്മൾ ബീട്രൂട്ട് പാകിയിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ വെജിറ്റബിൾ ഗാർഡൻ വിശേഷങ്ങൾ. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം നട്ട ഒരു റോസ് പ്ലാന്റ് ആണ് കേട്ടോ. നമ്മളിത് ഈ കഴിഞ്ഞ വിന്ററിൽ നമ്മൾക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ പ്രൂൺ ചെയ്യേണ്ടിയായിരുന്നു. നമ്മളത് പ്രൂൺ ചെയ്ത് വിട്ടുപോയി കേട്ടോ. അതുകൊണ്ട് ഇത് അത്യാവശ്യം വളർന്നിട്ടുണ്ട്. ഇതൊക്കെ പൂവായി വരുന്നുണ്ട് കേട്ടോ. ബഡില് പൂക്കളായി വരുന്നുണ്ട്. ഇതിന്റെ വേരിയന്റ് വന്നിട്ട് ഇത് പിങ്ക് ലേഡിയാണ് കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞ വിന്ററിലാണേലും ഇതിന്റെ ഇലയൊന്നും പോയിട്ടില്ലായിരുന്നു, നല്ല പച്ചപ്പായിട്ട് തന്നെ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ ഈ റോസാ ചെടിയൊക്കെ വളർത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ജീവിയാണ് ഈ ആഫിഡ്സ് എന്ന് പറയുന്നത്. ഒരു പച്ച കളറിലെ ഒരു കുഞ്ഞ് ജീവിയാണ്. അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് സ്പ്രേ അടിച്ചേക്കുന്നതാണ് കേട്ടോ. ഈ ഇലയുടെ മണ്ടയ്ക്കൊക്കെ ഈ വെള്ളപ്പാടൊക്കെ കാണുന്നത് വളർന്നു വരുന്നത് കൊണ്ട് തന്നെ നമ്മളിതിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ബാംബു കെയിൻസ് വെച്ച് ഇങ്ങനെ ഉറപ്പിച്ച് വെച്ചേക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ സംഭവം. ഗാർഡൻ ലെവൽ ചെയ്യുന്ന ലോൺ ലെവലർ. നമ്മളിത് ആമസോണിൽ നിന്നാണ് കേട്ടോ വാങ്ങി. അസംബിൾ ചെയ്യാനും സിമ്പിളാണ്. നമ്മുടെ മണ്ണ് കിടക്കുന്ന ഫ്രണ്ടിലാണ്. കാരണം നല്ല വെയിറ്റ് ആണ് അതിന്. നമുക്ക് പൊക്കിക്കൊണ്ട് ബാക്കിലോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പം കൊണ്ടുവന്ന ആൾക്കാരെ നമുക്ക് ഫ്രണ്ടിൽ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ആവശ്യാനുസരണം വേണ്ടി അത്രയും മണ്ണ് നമ്മൾ എടുത്തിട്ട് നമ്മൾ വെക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സ്ലാബ് ഇടാൻ സമയത്ത് നമ്മൾ അങ്ങനെയാണ് കേട്ടോ ചെയ്തിരുന്നത്. നമ്മളിത് വാങ്ങിയപ്പോൾ ഏകദേശം 850 കിലോയുടെ ഒരു ബാഗാണ് കേട്ടോ ഇത് വാങ്ങിയേ. ഇതാണ്. ഇതിനിപ്പം 3/4 ഭാഗം തീർന്നെന്നാലും 1/4 ഭാഗം ഇപ്പോഴും ഇരിപ്പുണ്ട്. അപ്പം ഉള്ള മണ്ണ് വെച്ച് സെറ്റാക്കാന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. ഇവിടെ വേറൊരു റോസ് പ്ലാന്റ് ഉണ്ട് കേട്ടോ. ഇത് നല്ല റെഡ് കളറിലെ റെഡ് റോസ് ആണ്. ഇതിലും പൂക്കളായി വരുന്നുണ്ട്. പിന്നെ ബഞ്ച് ഓഫ് ബഡ്സ് പോലെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ കുറേ ബഡ്സ് ആയി വരുന്നുണ്ട് കേട്ടോ. ഈ റോസാ ചെടികളൊക്കെ വളർത്തുമ്പോഴുള്ള മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ആഫിഡ്സിന്റെ ശല്യമാണ് കേട്ടോ. കം ചെയ്തു, ലെറ്റ്സ് ഗോ. ബാക്കി പോണം. ഞാൻ പോവാണേ. ടാറ്റാ. ഇത് കം. അതുകൊണ്ട് ഏതെങ്കിലും പപ്പയെ ഹെൽപ്പ് ചെയ്യാൻ കൂടുന്നുണ്ട്.
ഇവിടത്തെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ആളെ കൊണ്ട് ചെയ്യിപ്പിക്കുവാണെങ്കിൽ നല്ല റേറ്റ് ആവും കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഇത് നമ്മൾ തന്നെ ഇതെല്ലാം ചെയ്യുന്നത്. ആളെ കൊണ്ടൊക്കെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടൊന്നും താങ്ങില്ല അല്ലേ ചു? നല്ല റേറ്റ് ആയിരിക്കും ഇതൊക്കെ ചെയ്യണമെങ്കിൽ. നമുക്കിപ്പം സാധനത്തിന്റെ ചെലവ് മാത്രമല്ല വരുന്നുള്ളൂ, പിന്നെ നമുക്ക് കിട്ടുന്ന ഓഫ് പീരീഡ് സമയത്ത് നമ്മൾ പതുക്കെ ചെയ്യും. കുറേശ്ശായിട്ട് ചെയ്യാനാണ്. നമുക്ക് ഒരു ആക്ടിവിറ്റീസ് ആകും. ഒരു നമ്മൾ ഈ സമ്മർ ടൈം ഒക്കെ ആകുമ്പോഴത്തേക്കൊന്ന് പുറത്തോട്ടിറങ്ങി വെയിൽ കൊള്ളാൻ നമ്മൾ ചുമ്മാ സമയം കളയാതെ അത് നമുക്കൊരു പ്രൊഡക്റ്റീവായിട്ട് ചെയ്യുകയും ചെയ്യാം, ക്യാഷ് ലാഭമുണ്ട്. ഇത് വന്നിട്ട് നമ്മുടെ ഗാർഡനിൽ നമ്മൾ ഏറ്റവും ആദ്യം ഇടുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ആദ്യത്തെ ചെടിയും റോസ് പ്ലാന്റ് ആയിരുന്നു. ഇതിന്റെയും വേരിയന്റ് വന്നിട്ട് റെഡ് റോസ് ആണ് കേട്ടോ. ഇത് റെഡ് റോസിന്റെ ഒരു വേരിയന്റ് ആണ്. ഇതിന്റെയും ബഡൊക്കെ ആയി വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാമെന്ന് അറിയില്ല, ഈ ബഡിന്റെ ഇവിടെയൊക്കെ ആഫിഡ്സ് ഒക്കെ ഇരിക്കുന്നത് കാണാം. ഇതൊക്കെ ചത്ത് കിടക്കുകയാണ്. നമ്മൾ അതിനുള്ള മരുന്നൊക്കെ അടിച്ചിട്ട് ഇപ്പോൾ ചത്ത് കിടക്കുക. ഇവിടെയും ഉണ്ട്, ബഡ്സ് ആയി വരുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്ലാന്റ്. പ്രിൻസിക്ക് ആ ഒരു വീൽ ബാരോ തള്ളിക്കൊണ്ട് പോയി മണ്ണെടുക്കണം എന്നൊരാഗ്രഹം. പ്രിൻസിയെ കൊണ്ട് മണ്ണെടുപ്പിക്കാൻ കൊണ്ടുപോകാം. നല്ല കാറ്റാണ്. കാണുന്ന പോലെ നല്ല കേട്ടോ, നല്ല വെയിറ്റ് ഉണ്ട്. ഇടുമ്പോ കാണുമ്പോ സിമ്പിൾ ആണ്. അതാ മണ്ണ് നനഞ്ഞും കൂടി ഇരിക്കുന്നത് കൊണ്ട് നല്ല വെയിറ്റ് ഉണ്ട്. പ്രിൻസിയും ഗാർഡനിലെ വർക്കുകളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിട്ട് ഇറങ്ങിയതാ. പിന്നെ നമ്മളിതൊന്നും ചെയ്ത് യൂസ് ടു അല്ലല്ലോ, നമ്മളെപ്പോഴും ചെയ്യുന്നില്ലല്ലോ. അതെ, ചെയ്യാതിരുന്നിട്ട് പെട്ടെന്ന് ഇങ്ങനത്തെ പണി ചെയ്യുമ്പോ ഉള്ളൊരു ബുദ്ധിമുട്ട്. അങ്ങനെ എനിക്ക് നല്ല സ്പീഡ് ആയതുകൊണ്ട് തന്നെ ഇച്ചു എൻ്റെ ഇത് വാങ്ങി ഇച്ചു ചെയ്യുകയാണ്. ബാക്കിയുള്ള മണ്ണും കൂടി എടുത്തിട്ട് പെട്ടെന്ന് ചെയ്ത് തീർക്കാന്നുള്ള രീതി. കണ്ടോ, നല്ല കാറ്റാണ്. മരങ്ങളൊക്കെ ആടുന്നുണ്ടോ ഇവിടെ ഇവിടെയൊക്കെ. മെയ് പകുതി കഴിഞ്ഞു, എന്നിട്ട് ഇവിടെ അങ്ങോട്ട് ആ ചൂടങ്ങോട്ടായി വരുന്നില്ല. ഇവിടെ നല്ല തണുപ്പും തണുത്ത കാറ്റും ഒക്കെയാണ് കേട്ടോ. ഇതാണ് UK കാലാവസ്ഥ. അപ്പൊ നമ്മളിവിടെ ആദ്യം ഒരു സെറ്റ് ലെയർ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ കുറച്ച് പുല്ലൊക്കെ വളർന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും കൂടി ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്തിട്ട് നമ്മളിപ്പോൾ സെക്കൻഡ് ലെയർ മണ്ടയ്ക്ക് വന്ന് വേറൊരു ലെയറും കൂടി ഇടുവാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഫ്രണ്ട് ഗാർഡനിലെയും കുറെ പുല്ലൊക്കെ ഇവിടെ ഇങ്ങനെ വളർന്നിട്ടുണ്ട്. അപ്പൊ അതും കൂടി അങ്ങ് ട്രിം ചെയ്തെടുക്കാന്ന് വെച്ചാണ്.